ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3:9 ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. ഞാൻ ആ ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. നമ്മുടെ പഠന വിഷയം ഫിലിപ്പിയ ലേഖനം തന്നെയാണ്. ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടുക, ക്രിസ്തുവിൽ ഇരിക്കുക അല്ലെങ്കിൽ ആയിരിക്കുക, ക്രിസ്തുവിനെ അനുഭവിക്കുക. ഇതാണ് അപ്പോസ്തലന്റെ അഭിലാഷം, ആഗ്രഹം. ആ ആശയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ ഓട്ടം, ക്രിസ്തു എന്ന ലാക്കിലേക്കുള്ള തൻ്റെ പ്രയാണം. ഇവിടെ ഈ ലേഖനം നാം പഠിക്കുമ്പോൾ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നുള്ളൊരു ക്രിസ്തീയ അനുഭവത്തിലേക്ക് അപ്പോസ്തലൻ എത്തിച്ചേർന്നു. റോമിലെ വീട്ടു തടവിലാണ് ഇപ്പോൾ താൻ പാർക്കുന്നതെങ്കിലും ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് വരുന്നത് താൻ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചോ ബന്ധനങ്ങളെക്കുറിച്ചോ അവിടെ ഉണ്ടായിരിക്കുന്ന ഞെരുക്കങ്ങളെക്കുറിച്ചോ നഷ്ടങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. സന്തോഷിക്കുക, സന്തോഷം പൂർണ്ണമാകുക, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്നതാണ് ആവർത്തിച്ച് പറയുന്ന ഒരു ദൂത്. നാം എല്ലാവരും ക്രിസ്തുവിൽ നീതിഫലം നിറഞ്ഞവരായി തീരണം എന്നുള്ളതാണ് തൻ്റെ അഭിവാഞ്ച. അതുകൊണ്ട് ക്രിസ്തുവാണ് വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ മൂലധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് ഭക്തനും കഷ്ടങ്ങളിലും സന്തോഷിക്കുവാൻ കഴിയും. എക്കാലത്തും ക്രിസ്തുവാണ് ഒരു വിശ്വാസിയുടെ മാതൃക. അതുകൊണ്ട് എത്ര താഴ്ചയിലും ഒരു വിശ്വാസിക്ക് ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ കഴിയും. ക്രിസ്തുവാണ് വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഏക വിഷയം. അതുകൊണ്ട് ഏത് വിശ്വാസിക്കും എക്കാലത്തും, അത് സുവിശേഷ വേലയിലും ശുശ്രൂഷയിലും ആത്മീയ അനുഭവത്തിലും ഒരു പിറുപിറുപ്പും കൂടാതെ, കോട്ടവും വാദവും ഒന്നുമില്ലാതെ ക്രിസ്തുവിൽ ഒരു ജയാളിയുടെ ജീവിതം ജീവിക്കുവാൻ വിശ്വാസിക്ക് കഴിയും എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ക്രിസ്തു തന്നെയാണ് വിശ്വാസിയുടെ ബലം. അതുകൊണ്ട് ഏത് ഉത്കണ്ഠയിലും സഹനത്തിലും ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും സന്തോഷിക്കുവാൻ കഴിയും എന്ന് ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് അപ്പോസ്തലൻ വിവരിക്കുന്നു. ജയിലിൽ അങ്ങേയറ്റം കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന പൗലോസ് താൻ അനുഭവിക്കുന്ന ജീവിത സാഹചര്യത്തെക്കുറിച്ചൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. അതിനു പകരം താൻ ആവർത്തിച്ച് പറയുന്നത് സന്തോഷിപ്പീൻ എന്ന് താൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പാൻ കഴിയേണ്ടത് ദൈവമക്കൾക്കാണ്. അത് ആവർത്തിച്ച് പറയുന്നതിൽ അപ്പോസ്തലന് ഒരു മടുപ്പുമില്ല. നമുക്കറിയാം, പ്രവൃത്തികളുടെ പുസ്തകം 16:25 ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ പൗലോസ് സന്തോഷത്തോടെ അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ചു. അന്ന് രാത്രി അടിയുടെ മർദ്ദനത്തിൻ്റെ അല്ലെങ്കിൽ ചങ്ങലയുടെ ഭാരം കൊണ്ട് ഉറങ്ങുവാൻ കഴിയാതെ വേദനപ്പെട്ട് നിരാശയിൽ കിടക്കേണ്ട രാത്രി. പ്രത്യാശയുടെ പാട്ട് ഒരിക്കലും നാവിൽ വരികയില്ല. ഇതൊരു പ്രതീക്ഷയുടെ നിമിഷമല്ല. തൻ്റെ മുമ്പിൽ സകലവും അടയ്ക്കപ്പെട്ടു. ഇനിയും ഒരു പ്രതീക്ഷയ്ക്ക് അവിടെ വകയില്ല. വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. ഒരു സ്വാധീനത്തിനോ സഹായത്തിനോ മാനുഷ്യമായ കരുതലുകൾക്കോ ഇനി ഇവിടെ പ്രസക്തിയില്ല. തൻ്റെ മുമ്പിൽ ഇപ്പോൾ എല്ലാം അവസാനിച്ചിരിക്കുക. പക്ഷെ അപ്പോഴും ഭക്തന് ഈ കാരാഗ്രഹം ആരാധന സ്ഥലമാണ്. തൻ്റെ പതിവ് തെറ്റിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കേണ്ട ആ പ്രാർത്ഥനാ സമയത്ത്, പ്രിയമുള്ളവരെ, തൻ്റെ പതിവ് പ്രാർത്ഥനയുടെ ആ നേരം ശീലാസിനെയും തട്ടി ഉണർത്തി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. പാട്ടുപുസ്തകമില്ല. ഇപ്പോൾ പാട്ടൊന്നും ഓർമ്മയിൽ വരുവാൻ തക്കവണ്ണമുള്ള ഒരു നല്ല സമയമല്ല. എന്നിട്ടും പാട്ട് പാടി. പക്ഷെ ആ പാട്ട് യൂറോപ്പിലെ സഭയുടെ ആദ്യത്തെ പാട്ടായിരുന്നു. സിയോൻ ഗീതാവലി കയ്യിലില്ലെങ്കിലും തനിക്ക് ആത്മാവിൽ പാടുവാൻ കഴിയുമായിരുന്നു. കാരാഗ്രഹം തുറക്കുവാൻ വേണ്ടിയല്ല താൻ പാടിയത്. വാതിലുകൾ തുറന്നു കിട്ടുമ്പോൾ ഇറങ്ങി ഓടുവാനല്ല താൻ പരിശ്രമിച്ചത്. ആരാധിക്കുമ്പോൾ വിടുതൽ, ബന്ധന വഴിയും കെട്ടുകൾ പൊട്ടും, ചങ്ങലകൾ അഴിഞ്ഞു വീഴുമെന്നുള്ള പാട്ട് അന്ന് എഴുതിയിട്ടില്ലായിരുന്നു. അന്ന് കാരാഗ്രഹത്തിൽ കിടന്ന അപ്പോസ്തലന്മാർക്ക് അനുകൂലമായ പാട്ടുകളൊന്നും അവർ കൈവശമുണ്ടായിരുന്നില്ല. വിടുതൽ കിട്ടുന്നതിന് മുമ്പേ അവർ പാടി ആരാധിച്ചു. ചെങ്കടൽ കടന്ന മിരിയാം തപ്പെടുത്തതുപോലെയല്ല. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടപ്പോൾ, മുറിഞ്ഞു മാറിയപ്പോൾ, അക്കരെ എത്തിയപ്പോൾ മിരിയാമിൻ്റെ നേതൃത്വത്തിൽ പാട്ട് തുടങ്ങി. വിടുവിക്കപ്പെട്ടവരുടെ ഗാനാലാപനം. പക്ഷേ യോശുവയുടെ തലമുറ യോർദാന്റെ കയത്തിലെത്തിയപ്പോൾ യോർദാൻ രണ്ടാകുവാൻ കാത്തു നിന്നില്ല. ഒരു രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ട് നിന്നില്ല. യോർദാന്റെ തീരത്തിൽ നിന്ന് അടുത്ത കയത്തിലോട്ട് അവർ കാലുവെച്ചപ്പോൾ മരണ യോർദാനെ ഉണക്കി മാറ്റുവാൻ അടുത്ത കാല് വെച്ചത് വാഗ്ദത്ത കനാനിലാണ്. ഇതാണ് പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾക്ക് മുമ്പേ ആരാധിക്കുന്ന ഒരു തലമുറ, വിടുതലിന് മുമ്പേ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു തലമുറ. അതുകൊണ്ടാണ്
അപ്പോസ്തലൻ സന്തോഷിപ്പാൻ പറയുന്നത്. ശരീരത്തിലെ പാടുകൾ എണ്ണി തിട്ടപ്പെടുത്തിയാൽ അത്രമാത്രം അടി ഈ ശരീരത്തിൽ ഉണ്ടിപ്പോൾ. കാലാമത്തിലാണ്, കയ്യിൽ ചങ്ങലയാണ്. തന്റെ ശരീരത്തിൽ ഒരു ഭാഗത്തിൽ മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യമുള്ളത്. അത് അധരത്തിനും നാവിനുമാണ്. തനിക്ക് അനുകൂലമായ ആ ഒരു ചെറിയ സാഹചര്യം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിച്ചപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. 16-ാം അധ്യായത്തിൽ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അടിസ്ഥാനങ്ങൾ കുലുക്കുന്ന ആരാധനകൾ, കാരാഗ്രവാതിലുകളെ തുറക്കുന്ന ദൈവിക ഇടപെടലുകൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്ന, ചങ്ങലകൾ പൊട്ടിമാറുന്ന, തടവറകൾ തുറക്കപ്പെടുന്ന വലിയ ദൈവപ്രവർത്തികൾ. അതാണ് പ്രിയമുള്ളവരെ പെന്തക്കോസ്തിന്റെ മഹത്വം. ഇപ്രകാരം വെളിപ്പെട്ട് വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. അധികാരികളും നിയമങ്ങളും അതിൻ്റെ ശക്തി കേന്ദ്രങ്ങളും നേതാക്കന്മാരും ഒക്കെ വിരോധമായി പ്രവർത്തിക്കുന്നത് അവർ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യട്ടെ. പക്ഷേ അകത്തളങ്ങളിൽ പാടുമ്പോൾ അടിസ്ഥാനങ്ങളെ കുലുക്കി തടവറകളെ തുറക്കുന്ന ദൈവശക്തി ഇന്ന് നമുക്ക് വേണ്ടിയും വെളിപ്പെട്ട് വരും. ലോകം നമുക്കെതിരെ ചെയ്യുന്നത് ചെയ്യട്ടെ. നിയമവും നാടുവാഴികളും കർത്തൃത്വങ്ങളും നേതാക്കന്മാരും അഭിഷക്തന്മാർക്കെതിരെ നിൽക്കട്ടെ. പക്ഷേ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച ദൈവജനം സഭയ്ക്കെതിരെയുള്ള പീഡന ചൂടിൽ തളർന്നു പോവുകയില്ല. അവർ പാടി ദൈവത്തെ സ്തുതിക്കും. തടവറയിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കും. അവർ എപ്പോഴും സന്തോഷിക്കുന്നവരായിത്തീരും. അവർ സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അവരുടെ ഉള്ളിൽ നിന്നുള്ള സമാധാനത്തെ എടുത്ത് കൊണ്ടുപോകുവാൻ ലോകത്തിലെ ഒരു പ്രശ്നങ്ങൾക്ക് കഴിയത്തില്ല. ധൈര്യമായിരിക്കാം. നാം ക്രിസ്തുവിൽ ജയാളികളാണ്.